ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. പോകാതെ കരിയിലക്കാറ്റേ, പോകാതെ ഇളവയിൽ തുമ്പി, പോകാതെ നമ്പലക്കിളിയേ ദൂരെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലത്തെ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ആപ്ലിക്കേഷൻസ് വേണം. ഞാൻ 3 ആപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത് വേണ്ടത് CapCut, പിന്നെ പിക്സൽ ലാബ്, അതുപോലെ CodeFML. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത് പാട്ടിൻ്റെ ലിറിക്സാണ്. അപ്പോൾ എനിക്ക് ഒരു പിക്ചർ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ചറിന് പറ്റിയൊരു സോങ്ങും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സോങ്ങിൻ്റെ ലിറിക്സാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CodeFML എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ലിറിക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ സോങ് കേട്ടാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആ ലിറിക്സാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ താഴെ കാണുന്ന ഗെറ്റ് FML എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് കോപ്പി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. അതിൽ ഈ ന്യൂ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു FML കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന A എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ AB എന്ന് പറഞ്ഞിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിലിവിടെ മൈ ഫോണ്ട് എന്നുള്ള അവിടെ നമുക്ക് ഈ കാണുന്ന ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മലയാളം ഫോണ്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ FML കോഡ് ഇപ്പോൾ മലയാളം ലിറിക്കായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കതിന് നമ്മുടെ ആ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറ്റുന്ന രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഷാഡോ ഇവിടെ എനേബിൾ കൊടുത്തിട്ട് ഷാഡോ ബ്ലാക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നർ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ട്രോക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ അതിനെ ആ ലിറിക്കിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമേജ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് PNGയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ താഴെ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഇപ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോ എങ്കിലും നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഫുൾ ലിറിക്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി അത് സേവ് ചെയ്താൽ സേവ് ആസ് ഇമേജ് എന്ന് കൊടുത്തിട്ട് ഇവിടെ PNG ആണ് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ളത്. ഇനി ഡിഫോൾട്ട് ഈ ഡയമെൻഷൻ എന്നുള്ളവിടെ ഡിഫോൾട്ട് എന്നുള്ളത് അൾട്ര ആക്കിയിട്ട് സേവ് ടു ഗാലറി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ലിറിക്സ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CapCut ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് വേറൊരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൽ സോങ് ഓൾറെഡി ആഡാണ്, ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ലിറിക്സ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഈ ഓവർലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിറിക്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലിറിക്സ് ഞാനിവിടെ ആഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സോങ് എവിടെ വരെ ഉണ്ട് ആ ലിറിക്സ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാ ലിറിക്സും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരെയാണ് ആ ലിറിക്സ് ഉള്ളത്.
ഇനി അടുത്ത ലിറിക്സൊക്കെ അതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ സോങ് കേട്ടുകൊണ്ട് ലിറിക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ പാട്ടിനനുസരിച്ചുള്ള ലിറിക്സൊക്കെ കറക്റ്റ് സമയത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ടൈമിങ്ങിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കാം ടെക്സ്റ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇൻ ഓപ്ഷൻ ഉണ്ട്, ഔട്ട് ഓപ്ഷൻ ഉണ്ട്, കോംബോ ഉണ്ട്. അപ്പം ഞാൻ കോംബോ സെലക്ട് ചെയ്യണം, അപ്പോൾ ഇന്നും ഔട്ടും ഒക്കെ സെറ്റായി കിട്ടിക്കോളും. കോംബോ എടുത്തിട്ട് ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പെൻഡുലം 1 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണമെങ്കിലും ഏതെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ സെയിം തന്നെ കൊടുക്കുക. ഇപ്പം ഞാൻ ഇനി ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നത് കൊടുക്കാം. എഫക്റ്റാണ് കൊടുക്കുന്നത്, പെൻഡുലം 1 2 1 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം 1 കൊടുത്തു, പിന്നെ 2 കൊടുത്തു, പിന്നെ 1 കൊടുത്തു, പിന്നെ 2 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ലിറിക്സിൻ്റെ എഫക്റ്റൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ലിറിക്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ആനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ മേലെ കാണുന്ന ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രെയിം റേറ്റും റെസൊല്യൂഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എഡിറ്റിംഗ് ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻസ്, എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ആപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെല്ലാ വീഡിയോസൊക്കെ കണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കാതെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലെ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.